ദൂർത്തെന്ന് പറയുന്ന സംഗതി പ്രതിപക്ഷ നേതാവിന്റെ വർക്ക് എന്താണ് സർ? എന്താണ് അദ്ദേഹത്തിന് ഇത്രയധികം സ്റ്റാഫുകളുടെ ആവശ്യം? ഒരു മന്ത്രിയെക്കാളും ഒരു മുഖ്യമന്ത്രിയെക്കാളും ആ സ്റ്റാഫുകൾ ഒരു മാസത്തിൽ ശമ്പളം കൊടുക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് 10 സെക്രട്ടറിമാരാണ് സർ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി 4 പേര്, അഡീഷണൽ സെക്രട്ടറി, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി 10 ആളാണ്. ശ്രീ അനിൽകുമാർ KK തുടങ്ങി സുധീഷ് D വരെയുള്ള ഈ 10 ആളുകൾ 10,65,096 രൂപ ഒരു മാസത്തെ ശമ്പളമാണ് സർ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ PA മാർ 5 പേരാണ് സർ, 6 പേര് 4,39,000 രൂപ സർ ഒരു മാസം കൊടുക്കുന്ന. എന്താണ് ജോലി സർ? പ്രതിപക്ഷ നേതാവിന് ഇത്രമാത്രം ജോലി, ഇത്രമാത്രം സെക്രട്ടറിമാർ, ഇത്രമാത്രം അഡീഷണൽ സെക്രട്ടറിമാർ, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ട് സർ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സർ. ഓഫീസ് ചെലവ് 48 ലക്ഷം രൂപയാണ് സർ ഒരു വർഷത്തെ കണക്കാ. സ്വീപ്പർ തസ്തികയിൽ അവിടെ അടിച്ചു വാരാൻ 11 ആളാണ് സർ. 11,46,000 രൂപയാണ് സ്വീപ്പർമാർക്ക്, അഡീഷണൽ സ്വീപ്പർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഡെയിലി വേജസ് കഴിഞ്ഞ വർഷം മാത്രം കൊടുത്തത് 21,70,000 രൂപ. ഈ നിയമസഭയിൽ നിന്ന് തന്ന കണക്കാണ് സർ. ഈ നിയമസഭയിൽ നിന്ന് കണക്കാണ്. പ്രതിപക്ഷ നേതാവിന്റെ ശമ്പളം മറ്റ് അലവൻസുകളും എയർ ടിക്കറ്റ് കൂടാതെ 21,37,929 രൂപ സർ. കഴിഞ്ഞ ഒരു വർഷം മാത്രം 2,75,11,929 രൂപ. ഇതിൽ ഭക്ഷണത്തിന്റെയും കുക്കിന്റെയും കണക്കിൽ കയറിയിട്ടില്ല. 3 കോടി രൂപ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വർഷത്തിൽ ഇവിടെ ചെലവഴിക്കുന്ന ഒരു പണിയില്ല. ഈ നാട് മുഴുവൻ നടന്ന ഈ ഗവൺമെന്റിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നല്ലാതെ